ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി രീതിയിലുള്ള ഒരു മാംഗോ അച്ചാർ ഉണ്ടാക്കാം. മേഥ്യ കേരി അത്താണു. അതിനുവേണ്ടി ഞാനൊരു 4 കിലോ പച്ചമാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു 8 മണിക്കൂർ ഉപ്പും മഞ്ഞളും തേച്ച് വയ്ക്കണം. എന്നിട്ടത് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 6 മണിക്കൂർ തുണിയിൽ വിരിച്ച് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 3/4 കിലോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടി എണ്ണയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് അതിൽ ചേർക്കാനുള്ള മസാല എടുക്കാം. 1/2 കിലോ കടുകിൻ്റെ പരിപ്പ്, 250 ഗ്രാം ഉലുവ ഞുറുക്കിയത്, 50 ഗ്രാം കുരുമുളക്, 50 ഗ്രാം വലിയ ജീരകം, 2 ടീസ്പൂൺ കായം, 200 ഗ്രാം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അച്ചാറിൽ വെള്ളമയം ഒട്ടും തന്നെ കാണരുത്. അതായത് നമ്മളിത് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള രുചി നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ നമ്മളതിലേക്ക് കടുകിൻ്റെ പരിപ്പ്, ഉലുവ ഞുറുക്കിയത്, കായം, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ എണ്ണ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എരി ഇഷ്ടമാണെങ്കിൽ നമുക്ക് എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എരിയില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. മാങ്ങ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ മാങ്ങ വേണം വാങ്ങിക്കുവാനായിട്ട്. അത് ചതയാതെ തന്നെ മുറിച്ചെടുക്കണം. നമ്മൾ വാങ്ങിക്കുന്നവരോട് പറഞ്ഞാൽ അത് അവർ നന്നായിട്ട് നമുക്കത് മുറിച്ച് തരും. അതിൻ്റെ മാങ്ങാണ്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ ബാക്കി വച്ചിരുന്ന ആ എണ്ണയിൽ കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കുറേശ്ശെ എണ്ണ ഒഴിച്ച് വേണം ഈ മസാല ഇളക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും ഒരുമിച്ച് എണ്ണ ഒഴിച്ച് ഇത് ഇളക്കിയെടുക്കരുത്. ഇത് എണ്ണയും ആ മസാലയെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന ആ വലിയ ജീരകം കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന ആ കുരുമുളക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ തണുക്കാൻ വെച്ചിരുന്ന എണ്ണയിൽ പകുതി കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മസാലയിൽ ഈ എണ്ണ മതി. ഈ എണ്ണയും മസാലയും ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളത് ഇളക്കിയെടുക്കണം. നല്ല ഭംഗിയായിട്ട് വേണം ഇത് മസാല എണ്ണയിൽ ഇളക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ബാക്കി വച്ചിരിക്കുന്ന എണ്ണ നമുക്ക് ഇനി അവസാനം നമുക്കതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. പച്ചമാങ്ങ തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അടുത്ത വർഷം നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല ഭംഗിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ആ മാങ്ങ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് അത് പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ആ പകുതി ഇട്ടതിന് ശേഷം ഈ മസാലയിൽ പകുതി അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടാൽ മതി ഇപ്പോഴേ. എന്നിട്ടത് മാങ്ങായും മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി മാങ്ങ കൂടി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന മസാല ആ മാങ്ങയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയും മാങ്ങായും മസാലയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒരു
ഗ്ലാസിൻ്റെ ഭരണിയിൽ വേണം ഇത് കോരിയിട്ട് അടച്ചു വയ്ക്കുവാനായിട്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിലോ ഒന്നും അത് വയ്ക്കരുത്. കണ്ണാടി ഭരണിയിൽ തന്നെ ഇത് നമ്മൾ വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ മേത്യ കേരി അഥാണു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു നല്ല വെറൈറ്റി വീഡിയോയുമായിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.